എല്ലാവർക്കും കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു കേക്കാണിത്. ബേക്കറികളിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ട് അത്രയും ടേസ്റ്റിലുള്ള കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം കേക്ക് ഉണ്ടാക്കാം. ഒരു മിക്സി ജാറിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കണം. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര എടുക്കുക കേട്ടോ. നല്ല മധുരം ഇഷ്ടമാണെങ്കിൽ 1 കപ്പ് എടുക്കുക, അല്ലെങ്കിൽ 1/4 കപ്പ് മതി. ഇനി ഒരു ബൗളിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തോട്ട് 1 കപ്പ് മൈദ, 1/3 കപ്പ് കൊക്കോ പൗഡർ. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 80 ml കപ്പ് ഉണ്ടാവും, അതിനകത്ത് അളന്നെടുത്തതാണ്. ഇത് ഈ 1/3 കപ്പ് എത്ര ടേബിൾ സ്പൂൺ ആണ് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ടേബിൾ സ്പൂൺ അളവിൽ അളന്നെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര, ഇത്ര ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈ കൊക്കോ പൗഡറിലും പിന്നെ നമ്മൾ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചതല്ലേ, അപ്പം അതിനകത്തൊക്കെ ചെറിയ തരി ഉണ്ടാവും. അപ്പം അതൊക്കെ അങ്ങ് പോകാനായിട്ട് അരിച്ചെടുക്കുന്നത്. ഒരു സ്പൂൺ വെച്ചെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടി വെക്കണം. ആ ബേക്കിംഗ് പൗഡറും സോഡയും ഉപ്പും ഒക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് ആവാനായിട്ട്. ഇത്രയും മതി. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് നന്നായിട്ട് മാറിയതിന് ശേഷം ഉപയോഗിക്കാവുള്ളൂ. ഇപ്പോൾ 2 മുട്ട ഒഴിച്ചു. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുത്ത പാലോ ചൂടുപാലോ ഉപയോഗിക്കരുത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒത്തിരി സമയമൊന്നും അടിക്കേണ്ട, എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം, അത്രേ ഉള്ളൂ. നമ്മൾ വെറുതെ സ്പൂൺ വെച്ചത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ പീസുകൾ ചിലപ്പോൾ അതുപോലെ കിടക്കും, മുട്ട നന്നായിട്ട് മിക്സ് ആവത്തില്ല. അതുകൊണ്ടാണ് മിക്സിയിലൊന്ന് അടിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മൈദയും കൊക്കോ പൗഡറും ഒക്കെ എടുത്തു വെച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ള് ഒരുമിച്ച് അങ്ങ് ഒഴിച്ചാൽ മതിയേ. ഇനി ഇത് പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കാം, ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിലും ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഒരിക്കലും മാവ് ചേർത്ത്, അത് മൈദയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയിൽ അടിക്കാൻ പാടില്ല കേട്ടോ. ഒന്നേ സ്പൂൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ ഏറ്റവും ചെറിയ സ്പീഡിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തു. ഇനി ഞാനൊരു ഗ്ലാസ്സിൽ 1/4 കപ്പ് നല്ല ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ, നെസ്കഫയോ ബ്രൂവോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ ചൂട് വെള്ളത്തിൽ കോഫി പൗഡർ നന്നായിട്ട് അലിയണം. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ അത് നമുക്ക് ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പാണ് കേട്ടോ, 4 ടേബിൾ സ്പൂൺ. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക. വിനീഗർ വളരെ പ്രധാനമാണ്, നന്നായിട്ട് കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കേക്ക് ഈ ബാറ്റർ ഒരുപാട് സമയം നമ്മൾ പുറത്ത് വെക്കാൻ പാടില്ല, ഉടനെ തന്നെ ബേക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നാവാനായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് പോകാനായിട്ട്. അപ്പോൾ ഞാനിന്ന് പാനിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിലും ഈ കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാം. ഓവനിലാണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 325 ഡിഗ്രി ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ച് ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം കേട്ടോ, നിങ്ങൾ നോക്കി ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് പാനാണ്. അതിനകത്തൊരു സ്റ്റീൽ റിങ്ങോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കേക്ക് പാൻ ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. ചെറിയ തീയിലിട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ തന്നെ ബേക്ക് ചെയ്യുക. പറഞ്ഞ പോലെ ചിലപ്പോൾ 5-10 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും. അപ്പം നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ കേക്ക് റെഡിയായി. തണുത്ത് കഴിയുമ്പോൾ കേക്ക് ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയിരിക്കും, അപ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് ലെയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ കേക്ക് വെച്ചു. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് എന്ന് വെച്ചാൽ ഒരേ അളവിൽ പഞ്ചസാരയും വെള്ളവും എടുത്ത് പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കേക്കിൽ ഉപയോഗിക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്.
അപ്പോൾ ആദ്യത്തെ ഈ ഒരു ലെയർ കേക്കിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ സിറപ്പ് എത്രത്തോളം വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ചിലർക്ക് ഒത്തിരി ഷുഗർ സിറപ്പ് ഇഷ്ടമായിരിക്കില്ല കേക്കിൽ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പക്ഷെ പൊതുവെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നന്നായിട്ട് സിറപ്പ് ഉപയോഗിക്കും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം മിക്സിയിൽ നല്ല തിക്കായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത ക്രീമാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കൂടെ കുറച്ച് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. പക്ഷെ അത് നിർബന്ധമില്ല. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് ഒന്നും അവർ ചേർക്കാറില്ല. ചെറിയ തന്നെ കുറച്ച് പീസുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അടുത്തൊരു ലെയർ കേക്ക് വെച്ച് ഇതുപോലെ തന്നെ ഇതേ കാര്യങ്ങൾ തന്നെ പിന്നെയും ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ, ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല സ്പോഞ്ചി ആയിട്ടല്ല ഇരിക്കുന്നത്. നന്നായിട്ട് മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് എടുത്തുണ്ടാക്കുന്ന കേക്കുകൾ ഭയങ്കര സ്പോഞ്ച് പോലെ ആയിരിക്കുമല്ലോ. ആ ഒരു ടൈപ്പ് കേക്ക് അല്ല ഇത്. നമ്മൾ പുറത്തുനിന്ന് ബേക്കറികളിൽ നിന്നൊക്കെ ഇത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ വായിലിടുമ്പോൾ നല്ല അലിഞ്ഞു പോകുന്ന പോലുള്ള കേക്ക് തന്നെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ടെക്സ്ചറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കേക്ക് കിട്ടും. ഷുഗർ സിറപ്പിലൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ചു. അതിൻ്റെ മുകളിലും ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് റോസസ് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇതുപോലെ ചെറി വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളയുന്ന പീലറില്ലേ, അത് വെച്ചിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ പീൽ ചെയ്തെടുത്തതാണ്. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെ നടുക്കിട്ട് കൊടുത്തു. പിന്നെ സൈഡിൽ കേക്കിൻ്റെ സൈഡിലും നമ്മൾ ആ പീൽ ചെയ്തെടുത്ത പീസുകൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിപ്പിംഗ് ക്രീം കവർ ചെയ്യുക, നടുക്കും മുകളിലും ഒക്കെ ചെറി വെച്ച് കൊടുക്കുക, അത്രയും മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകും, അതുപോലെ സോഫ്റ്റാണ്. അപ്പോൾ ഇതേ നല്ല അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, ബേക്കറി സ്റ്റൈൽ കേക്കാണ്. പക്ഷേ ബേക്കറിയിൽ നിന്ന് കിട്ടുന്നേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഇതുപോലെ നല്ല റെസിപ്പീസുമായിട്ട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.